ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ചെറിയ വിളവെടുപ്പ് വേടിയായിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ ഒരു വലിയ കാച്ചിലുണ്ട്, 3-4 വർഷമായിട്ട് പറിക്കാതെ നിൽക്കുന്നൊരു കാച്ചിൽ. അപ്പം മണ്ണൊക്കെ ഉണങ്ങിയത് കൊണ്ട് അത് പറിച്ചിട്ടൊന്നും പോരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അല്പം നനച്ചു കൊടുത്തു. എന്നിട്ടും അത് കഷ്ണങ്ങളാക്കി പറിച്ചെടുക്കാനാണ് പറ്റുന്നത്. കാരണം ഈ മണ്ണിൻ്റെ അടിയിലേക്ക് വേരുണ്ട്, തേക്കിൻ്റെ വേരുണ്ട്, അപ്പുറം തെങ്ങിൻ്റെ വേരുണ്ട്. അതിൻ്റെ അടിയിലേക്കെല്ലാം ഈ വലിയ കാച്ചിൽ 3 വർഷമായിട്ട് വളർന്ന് വലിയൊരു കാച്ചിലാക്കി മാറിയിരിക്കുകയാണ്. ഇതുപോലല്ല പറിച്ചെടുക്കേണ്ടത്, ഒറ്റ കാച്ചിലായിട്ടാണ് പറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ മുറിവൊന്നും ഇല്ലാതെയാണ് പറിച്ചെടുക്കേണ്ടത്. പക്ഷെ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് മുകളിലുള്ള ഭാഗം ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കഷ്ണങ്ങളായിട്ട് അടർത്തിയെടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു പാര ഉപയോഗിച്ച് പതുക്കെ തിക്കി നോക്കി, ഒരു കഷ്ണം കിട്ടി. അങ്ങനെ 3-4 കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ഇതുപോലെ മുറിഞ്ഞു പോകാതെയൊക്കെ എടുക്കണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പക്ഷെ അത് കിട്ടുന്നില്ല. ഇനി മണ്ണിനടിയിൽ ഇത്രയും ഭാഗം പറിക്കാതെ നിർത്തിയിട്ടുണ്ട്, അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം. അപ്പോൾ കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലുള്ള കറുത്തത് മണ്ണ് ഇല്ലാതിരുന്ന ഉണങ്ങുന്ന ഭാഗമാണ്. അതൊക്കെ കറുത്ത് പോയത് കൊള്ളത്തില്ല. കൊള്ളാവുന്ന കുറച്ചെടുത്ത് നമ്മൾ തൊലി കളഞ്ഞ് എടുക്കുകയാണ്, തൊലി ചെത്തി കളഞ്ഞ്. അപ്പോൾ നമുക്ക് പുഴുങ്ങാൻ വെക്കുകയാണ്. അത് വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പച്ചെമ്പിൽ നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുഴുങ്ങി വരട്ടെ. അതായത് പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചുവന്ന് കാണുന്നതൊന്നും അത്ര വേവാത്തതാണ്, ബാക്കിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് തേങ്ങയും പച്ചമുളകും ഉള്ളിയും ചേർത്ത് ഒരു ചമ്മന്തിയാണ് കഴിക്കുന്നത്. ചമ്മന്തി ഇച്ചിരി എരിവ് കൂടുതലുള്ളതാണ്, അപ്പോൾ അത് കൂട്ടി കഴിക്കാനാണ് കാച്ചിൽ നല്ലത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ചായ കൂടി, കട്ടൻ ചായയാണ് ഇതിന് സെറ്റ്. പക്ഷേ നമുക്ക് കട്ടൻ ചായയല്ല, പാൽ ചായയാണ് ഇപ്പോൾ കഴിക്കുന്നത്. കട്ടൻ ചായ കൂട്ടി കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു പഴയ ഒരു കോമ്പിനേഷനാണ് കാച്ചിലും മുളക് ഉടച്ചതും മുളക് ചമ്മന്തിയും. അപ്പോൾ പഴയ ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.